ഈശ്വരന്മാരുടെ പിണക്കം. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരപ്പനെ അവിടെ നിന്നിളക്കിയെടുത്ത അമ്പലപ്പുഴയും പിന്നീട് മാവേലിക്കരയും കുടിയിരുത്തിയിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ്. ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയും വാസ്തവത്തിലാൽ ഒന്നു തന്നെയാണെങ്കിലും അവർ രണ്ടുപേരും കൂടി അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് ചില പിണക്കങ്ങളും മത്സരങ്ങളും ഉണ്ടായിട്ടുള്ളതായി അനേകം ഐതിഹ്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പന്റെ പ്രീതിക്കായി നടത്തുന്ന നമസ്കാര സദ്യക്കുള്ള കാളൻ മുതലായ സാധനങ്ങൾ വയ്ക്കുന്ന ഓട്ടുപാത്രങ്ങളിൽ തന്നെ കിടക്കുകയല്ലാതെ മറ്റു പാത്രങ്ങളിൽ മാറ്റുക പതിവില്ലെന്നും എന്നാൽ ആ സാധനങ്ങൾക്ക് ക്ലാവ് ചുവ ഉണ്ടാകാറില്ലെന്നുമുള്ളത് പ്രസിദ്ധമാണല്ലോ. എങ്കിലും ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് നമസ്കാരത്തിനായി വെച്ചുണ്ടാക്കുന്ന കാളനും മറ്റും ക്ലാവ് ചുവ കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാതായി തീർന്നു. ഇതിങ്ങനെ ആക്കിത്തീർത്തത് ഗുരുവായൂരപ്പനോടുള്ള സ്പർദ്ധ നിമിത്തം അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. ഇതിനു പകരം ഗുരുവായൂരപ്പനും ചിലത് പ്രവർത്തിക്കാതിരുന്നില്ല. അമ്പലപ്പുഴ കൃഷ്ണസ്വാമിക്ക് പ്രതിദിനം 36 പറ പാൽ കൊണ്ട് പഞ്ചസാര പായസം പതിവുണ്ടായിരുന്നു. അതിൽ ഗുരുവായൂരപ്പൻ അട്ടയും മറ്റും കാണിച്ച് നിവേദ്യത്തിന് കൊള്ളാത്ത വിധത്തിലാക്കി തീർത്തു തുടങ്ങി. ഇങ്ങനെ ഇവർ തമ്മിലുള്ള സ്പർദ്ധയും മത്സരവും നിമിത്തം രണ്ടുപേർക്കും പൂജാ നിവേദ്യാദികൾ നടത്താൻ നിവൃത്തിയില്ലാതെ വന്നതിനാൽ ഗുരുവായൂരപ്പനെ ടിപ്പു സുൽത്താന്റെ ഉപദ്രവം ശമിക്കുന്നതുവരെ മാവേലിക്കര കൊണ്ടുപോയി ഇരുത്തേണ്ടതായി വന്നു. ഗുരുവായൂരപ്പനെ കുടിയിരുത്തിയിരുന്ന സ്ഥലം അവിടുത്തെ വകയായി ഒരു കിണറും ഇപ്പോഴും അമ്പലപ്പുഴ കാണാം. ഇപ്രകാരം തന്നെ വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിലുള്ള ചില പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. 973 നാടു നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വൈക്കത്തപ്പന് വഴിപാടായി 7.5 പൊന്നാനകളെ, അതായത് 7 വലിയതും 1 ചെറിയതുമായ പ്ലാവുകൊണ്ട് പണിയിച്ച സ്വർണ്ണ തകിടുകൊണ്ട് പൊതിയിച്ച തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊടുത്തയച്ചു. കൽപ്പന പ്രകാരം സേവകന്മാർ പൊന്നാനകളെ ചുമട്ടുകാരെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് കരമാർഗമായി പുറപ്പെട്ട് ഒരു ദിവസം ഏറ്റുമാനൂർ വന്നു ചേർന്നു. പൊന്നാനകളെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തറയിൽ ഇറക്കി വെച്ച് നടകാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് സേവകന്മാരും ചുമട്ടുകാരും കുളിക്കാനും ഉണ്ണാനും പോയി. അവർ കുളിയും ഭക്ഷണവുമെല്ലാം കഴിഞ്ഞു വന്നു നോക്കിയപ്പോൾ പൊന്നാനകളുടെ തലയിൽ ഓരോ വലിയ സർപ്പങ്ങൾ ഇരിക്കുന്നതായി കണ്ടു. ആരെങ്കിലും അടുത്തു ചെന്നാൽ ആ ഭയങ്കര സർപ്പങ്ങൾ ഫണങ്ങൾ വിടർത്തിക്കൊണ്ട് ചീറ്റിത്തുടങ്ങും. അതിനാൽ എല്ലാവരും ഭയപ്പെട്ടു മാറിയതല്ലാതെ അടുത്തു ചെല്ലുന്നതിന് ആർക്കും ധൈര്യമുണ്ടായില്ല. പിന്നെ ഇതിനെപ്പറ്റി പ്രശ്നം വെപ്പിച്ച് നോക്കിയതിൽ ഈ ആനകളെ താൻ വിട്ടയക്കുകയില്ലെന്നും ഇവ തനിക്ക് വേണമെന്നുമാണ് ഏറ്റുമാനൂർ ദേവന്റെ അഭിപ്രായമെന്ന് കാണുകയും ആ വിവരം തിരുമനസ് അറിയിക്കുന്നതിന് എഴുതി അയക്കുകയും പ്രശ്നത്തിൽ കണ്ടതുപോലെ തന്നെ മഹാരാജാവ് തിരുമനസിലേക്ക് ഒരു ദർശനമുണ്ടാക്കുകയും ചെയ്തു. അതിനാൽ ആ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവന്റെ ഭണ്ഡാരത്തിൽ എടുത്തു വെച്ചുകൊള്ളുന്നതിന് കൽപ്പിച്ചു. ഇപ്പോഴും ഏറ്റുമാനൂർ ഭണ്ഡാരത്തിൽ ഇരിക്കുന്നവയും ഉത്സവകാലങ്ങളിൽ എഴുന്നള്ളത്തോടുകൂടി കൊണ്ടു നടക്കുന്നവയുമായ പൊന്നാനകൾ അവിടെ വന്നു ചേർന്നത് ഇപ്രകാരമാണ്. ഇവയെ ഉദ്ധരിച്ച് ഇന്നൊരു ഭക്തിഗാനം മലയാളക്കരയിൽ പ്രസിദ്ധമാണ്. 7 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പൻ എന്ന് തുടങ്ങുന്ന സിനിമാ പാട്ട് പ്രസിദ്ധമാണല്ലോ. വൈക്കത്തപ്പന് വഴിപാടായി നിശ്ചയിച്ച് ഉണ്ടാക്കിച്ചവയായ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവൻ ഇടയ്ക്ക് വെച്ച് തട്ടിയെടുത്തതിനാൽ വീണ്ടും 7 പൊന്നാനകളെ ഉണ്ടാക്കി വെച്ച് വൈക്കത്തേക്ക് അയക്കണമെന്ന് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു നിശ്ചയിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ തിരുമനസ്സിലേക്ക് ഒരു ദർശനമുണ്ടായി. അതിന്റെ സാരം തനിക്ക് പൊന്നാനയും മറ്റും വേണമെന്നില്ലെന്നും അതിന്റെ വില ചെലവാക്കി ഒരു 1000 കലശം നടത്തിയാൽ മതിയെന്നുമായിരുന്നു. ഇത് വൈക്കത്തപ്പന്റെ കൽപ്പനയാണെന്ന് വിശ്വസിച്ച് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അപ്രകാരം തന്നെ അതികേമമായി വൈക്കത്തൊരു 1000 കലശം നടത്തിക്കുകയും ചെയ്തു. വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിൽ ഇപ്പോഴും പിണക്കമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അതിനാൽ വൈക്കത്ത് അഷ്ടമി ദർശനത്തിന് ഇപ്പോഴും ഏറ്റുമാനൂർ ദേശക്കാരും പോകാറില്ല. ആറന്മുള ദേവനും ശബരിമല ശാസ്താവും തമ്മിലും പിണക്കമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അതിനാൽ ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാറില്ല. പണ്ടൊരിക്കൽ ആറന്മുളക്കാരായ ചിലർ ശബരിമലയ്ക്ക് പോകുന്നതിന് നിശ്ചയിച്ച് നൊയമ്പ് തുടങ്ങി. അപ്പോൾ അവർക്ക് ആറന്മുള ദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷമായി. എന്റെ ജനങ്ങൾ മല ചവിട്ടണമെന്നില്ല, സകലകാര്യ സിദ്ധിക്കും എന്നെ സേവിച്ചുകൊണ്ടാൽ മതി എന്നും അരുളി ചെയ്തു.
എങ്കിലും അവർ അതിനെ വകവയ്ക്കാതെ ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് പോകുന്നവർ ശരണമയ്യപ്പ എന്നും അയ്യപ്പ സ്വാമിയെ ശരണം എന്നും മറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ടാണല്ലോ പോകുക പതിവ്. എന്നാൽ ആറന്മുളക്കാർ ആറന്മുള സ്വാമിയെ ശരണം എന്ന് വിളിച്ചുകൊണ്ടാണ് പോയത്. അവർ ശബരിമലയ്ക്ക് സമീപമായപ്പോൾ അയ്യപ്പസ്വാമിയുടെ നായ്ക്കൾ, അതായത് കടുവകൾ, വായും പൊളിച്ചുകൊണ്ട് അവരുടെ നേരെ പാഞ്ഞു ചെന്നു. അതുകണ്ട് ആറന്മുളക്കാർ ഭയപരവശന്മാരായി പൂർവാധിക മുറയ്ക്ക് ആറന്മുള സ്വാമിയെ വിളിച്ചു തുടങ്ങി. അപ്പോൾ ആ വ്യാഘ്രങ്ങളുടെ വായിൽ അമ്പുകൾ വന്നു തറയ്ക്കുകയും അവ മടങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയത്ത് ശബരിമല ശാസ്താവിന്റെ വെളിച്ചപ്പാട് തുള്ളി ആറന്മുളക്കാർ എന്റെ നടയിൽ വരാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ആറന്മുളക്കാർ അവിടെ ദർശനം കഴിയാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. അക്കാലം മുതൽക്കാണ് ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാതായത്. ആറന്മുള ദേവൻ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായ അർജുനനാണെന്നാണല്ലോ സങ്കല്പം. അതിനാൽ ശബരിമല അയ്യപ്പന്റെ നായ്ക്കളുടെ നേരെ ശരമയച്ചത് ആ ദേവൻ തന്നെയാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അനേകം ദേവന്മാർ തമ്മിൽ പിണക്കമുണ്ടായിട്ടുള്ളതിനും ഇപ്പോഴും പിണക്കമാണെന്നുള്ളതിനും വളരെ ഐതിഹ്യങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യരുടെ സങ്കല്പത്തിൽ നിന്നുണ്ടായിട്ടുള്ളവയായിരിക്കാനല്ലാതെ മറ്റു പ്രത്യേകതകളൊന്നും ആർക്കും തോന്നിയിട്ടില്ല.